കാസർഗോഡിനെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു നാൽത്തടുക്കയിലെ ജസീലയുടെ മരണം. താൻ പോലും ചെയ്യാത്ത തെറ്റിന് അവൾക്ക് നൽകേണ്ടി വന്നത് അവളുടെ സ്വന്തം ജീവൻ തന്നെയായിരുന്നു. ഒടുവിൽ ആൺസുഹൃത്തിന്റെ മാതാവ് ആയിഷയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാസർഗോഡ് നാൽത്തടുക്കയിലെ ജസീല ആത്മഹത്യ ചെയ്യുന്നത് സ്വർണമാല മോഷ്ടിച്ചു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു. അന്ന് ജസീല അവസാനമായി റെക്കോർഡ് ചെയ്ത ആ വീഡിയോയിൽ എടുത്തു പറഞ്ഞിരുന്നു തന്റെ ആൺസുഹൃത്തിന്റെ മാതാവായ ആയിഷയും തന്റെ മരണത്തിന് കാരണമാണെന്ന്. ജസീല മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവളുടെ മരണത്തിന് കാരണക്കാരിയായ ഒരു പ്രധാനി തന്നെ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ആയിഷ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ആയിഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഈ നീക്കം. 15 ദിവസത്തിന് ശേഷം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണം. ഒരു പ്രതിനെ 15 ദിവസത്തിന് ശേഷം ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്തു എന്നറിയുന്നൊരു സന്തോഷമുണ്ട്. അന്വേഷണ സംഘത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്താണ് അന്വേഷണ സംഘം എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നൊക്കെ അവരോട് സംസാരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് തീർച്ചയായിട്ടും പറയും. എന്തായാലും നീതി ആ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നത് വരെ ഒരു ഇഞ്ച് പിന്നോട്ട് ആക്ഷൻ കമ്മിറ്റി ഇല്ല എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജസീലയുടെ ആൺസുഹൃത്ത് അഫ്രീദിയയുടെയും അറസ്റ്റിലായ മാതാവ് ആയിഷയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ആയിഷയെ അറസ്റ്റ് ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് എലിവിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 20-നാണ് ജസീല മരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിലായിരുന്നു താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമായിരുന്നു ജസീലയുടെ ആത്മഹത്യ. പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അത് സ്വീകരിച്ചില്ലെന്നും ജസീല വീഡിയോയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ആൺസുഹൃത്തിനെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ ആയിഷയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തുടർന്ന് ആയിഷയെ കാഞ്ഞങ്ങാട് വനിതാ ജയിലിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.